മാലിന്യമുക്ത ഗ്രാമമാകാൻ ഒരുങ്ങി തലയാഴം ഗ്രാമപഞ്ചായത്ത്. നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിനു മുൻപിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് പി ദാസ് നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അയൽക്കൂട്ടങ്ങൾ എന്നിവയെ ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് പി ദാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതായത് പൊതുസ്ഥലങ്ങളിലെ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയാണ്. മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണവും പ്രചരണവും, അതുപോലെ തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബിന്നുകൾ പൊതുസ്ഥലങ്ങളിലും മാർക്കറ്റുകളിലും പൊതുസ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്ന ഈ മൂന്നാം ഘട്ട പ്രവർത്തനം സ്ഥാപിച്ചുകൊണ്ട് മാലിന്യത്തിന് സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം ഈ സന്ദർഭത്തിൽ നടത്തുകയാണ്. എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ നേരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെൽസി സോണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ BL സെബാസ്റ്റ്യൻ, കൊച്ചുറാണി ബേബി, ടി മധു, കെ ബിനിമോൻ, പ്രീജു കെ ശശി, ജീവനക്കാരനായ റോജൻ മാത്യു, കെ ഷീജമോൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെമ്പാടും മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം വിവിധ ലോക്കൽ ബോഡീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് വളരെ വലിയ പ്രചാരണം കൊടുക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള വളരെ വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നു. കുട്ടികളെ ബോധവൽക്കരിക്കുന്നു. സ്ഥാപന മേധാവികൾക്ക് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന സംസ്ഥാനമാക്കി മാറ്റുന്നതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ മൂന്നാം ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻ, അതായത് പൊതുസ്ഥലങ്ങളിലെ നമ്മൾ വേസ്റ്റ് ബിന്നുകൾ, നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് കണ്ടാലും ഒരു വലിച്ചെറിയുന്ന ഒരു സ്വഭാവമുണ്ട്. അത് എവിടെയായാലും, നമ്മുടെ റോഡായാലും വേണ്ടില്ല, പറമ്പുകളായാലും വേണ്ടില്ല, തോടായാലും വേണ്ടില്ല, വെള്ളം കുടിച്ച കുപ്പി നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം വെച്ചാണ് തോട്ടിലേ എറിയത്തുള്ളത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, സ്വന്തം മാലിന്യങ്ങൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കുക എന്നുള്ളതൊക്കെ മലയാളികളുടെ, എല്ലാവരുടെയും അല്ല, മിക്കവാറും എല്ലാവരുടെയും ഒരു ശീലമാണ്. ആ ശീലങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള ശീലങ്ങൾ മാറും എന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് അത് മാറ്റിയേ പറ്റത്തുള്ളൂ. മാലിന്യത്തിനെതിരെ നമ്മുടെ തെരുവുകളിലും നമ്മുടെ റോഡുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.